ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് മരുന്ന് കഴിച്ചാലും ബി പി കൺട്രോൾ കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അവർ ഡോക്ടറെ അടുത്തേക്ക് പോകും. ഡോക്ടർ അവർക്ക് പുതിയൊരു മരുന്നും കൂടെ പഴയതിൻ്റെ കൂടെ എഴുതി കൊടുക്കും. അതല്ലെങ്കിൽ ഡോക്ടർ അവരെ കുറ്റപ്പെടുത്തും. നിങ്ങൾ ഉപ്പ് കൂടുതൽ കഴിച്ചിട്ടാണ്, ഭക്ഷണം ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, തൂക്കം കൂടിയിട്ടാണ്, ഉറക്ക പ്രശ്നമാണ്. എന്നാൽ രോഗി വിചാരിക്കുന്നത് ഈ മരുന്നുകളൊന്നും എൻ്റെ ശരീരത്തിൽ ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ബി പി കുറയാത്തതിന് മറ്റൊരു പ്രധാന കാരണം ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് നിങ്ങളോ ഡോക്ടറോ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഏതൊക്കെയാണ് ഇങ്ങനെ സാധാരണ കണ്ടുവരുന്ന കാരണങ്ങൾ? ഒന്നാമത്തത്, വളരെ സാധാരണയായിട്ടുള്ള ഒരു കാരണം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അഥവാ കൂർക്കമലിയും അനുബന്ധ പ്രശ്നങ്ങളും. OSA ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്ന സമയത്ത് ശ്വാസത്തിൽ ഒരുപാട് തവണ ബ്രേക്ക് വരുന്നുണ്ട്. സ്ലീപ്പ് ഫ്രാഗ്മെന്റേഷൻ എന്നാണ് ഇതിന് പറയുക. ആ സമയത്ത് രോഗി പോലും അറിയാതെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നുണ്ട്, അഡ്രിനാലിൻ ഹോർമോൺ കുത്തനെ കൂടുന്നുണ്ട്, സോഡിയത്തിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നുണ്ട്. ഇതെല്ലാം കാലക്രമേണ BP വല്ലാതെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. പ്രധാനമായിട്ടും അമിതവണ്ണമുള്ളവരും പ്രായമുള്ളവരും കഴുത്ത് തടിച്ചവർ എന്ന് വെച്ചാൽ കഴുത്തിന്റെ ചുറ്റളവ് ഏകദേശം ഒരു 17 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ OSA ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ളവർ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് ഇതിനൊരു ചികിത്സ എടുത്താൽ മാത്രമേ അവരുടെ BP കൺട്രോൾ ആവുള്ളൂ. നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാന കാര്യം, അമിതവണ്ണം ഇല്ലാത്തവർക്കും കൂർക്കംവലി ഇല്ലാത്തവർക്ക് പോലും OSA എന്ന് പറയുന്ന ഈ ഒബ്സ്ട്രക്ഷൻ, ഈ തടസ്സം സംഭവിക്കാം. രണ്ടാമത്തത്, ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതാണ്. ഈ ഹോർമോണാണ് ശരീരത്തിൽ ഉപ്പിനെയും വെള്ളത്തെയും പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ ഹോർമോൺ കൂടുന്ന സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ഫുഡിൽ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ശരീരത്തിൽ ഉപ്പും വെള്ളവും കെട്ടി നിൽക്കുകയാണ്. കാലക്രമേണ ഇങ്ങനെയുള്ളവർക്ക് BP ഒരു രീതിയിലും കൺട്രോൾ കിട്ടാതെ വരികയാണ്. സാധാരണ BPക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നും ഈ ആൽഡോസ്റ്റിറോൺ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഇതിന് പ്രത്യേക മരുന്ന് തന്നെ വേണം. അതുകൊണ്ട് തന്നെ BPയുടെ മറ്റു മരുന്നുകൾ എത്ര ഡോസ് കൂട്ടിയാലും BP കൺട്രോൾ കിട്ടില്ല. ഈ അസുഖം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ സൂചന ശരീരത്തിലെ പൊട്ടാഷ്യത്തിന്റെ അളവ് നോക്കിയാൽ മനസ്സിലാവും. അത് പലർക്കും കുറവായിരിക്കും. ഇങ്ങനെയുള്ളവർ കൂടുതലും ചെറുപ്പക്കാരായിരിക്കും. അതുപോലെ വയർ സ്കാൻ എടുത്താൽ ചില മുഴകൾ കാണാനും സാധ്യതയുണ്ട്. മൂന്നാമത്തത്, നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന സപ്ലിമെന്റുകൾ, മരുന്നുകൾ തുടങ്ങിയവയാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ, സ്റ്റിറോയിഡ് മരുന്നുകൾ, മൂക്കടപ്പിന് ഉപയോഗിക്കുന്ന ഡീകൺജസ്റ്റന്റുകൾ, ഇതൊക്കെ BP കൂട്ടും. ആ കാര്യം നമ്മൾ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യൂല. അതുപോലെ തന്നെ കോഫി അമിതമായിട്ട് കഴിക്കുന്നവർ, മദ്യം കഴിക്കുന്നവർ, ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് എനർജി ഡ്രിങ്ക് ഉപയോഗിക്കുന്നവർ, ചില ഡയറ്റ് പില്ലുകൾ, ഇതൊക്കെ BP കൂട്ടും. പക്ഷെ നമ്മൾ എത്ര പേര് ഇത് ഡോക്ടറോട് തുറന്നു പറയും? അതുപോലെ സ്ത്രീകളിൽ ഗർഭനിരോധന ഗുളികകൾ, ഇസ്ട്രോജൻ തെറാപ്പികൾ, ഇതൊക്കെ പ്രശ്നമാണ്. നാലാമത്തെ പ്രശ്നം, BP നോക്കുന്ന മെത്തേഡ് പലരും കറക്റ്റ് ആവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ BP കുറയുന്നില്ല എന്നുള്ളത് തെറ്റിദ്ധരിക്കണം. പലരുടെയും BP നോർമൽ ആയിരിക്കും, എന്നാലും ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ BP കൂടാണ്. ഇതിന് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാ പറയാം. അതുപോലെ നമ്മൾ BP എടുക്കുന്ന സമയത്ത് ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം, ആ കെട്ടുന്ന കഫ് കറക്റ്റ് സൈസ് ആയിരിക്കണം. ഓടി തിരക്ക് പിടിച്ചെന്ന് BP എടുത്ത പ്രശ്നമാണ്. അതുപോലെ മൂത്രം പിടിച്ച് വെച്ചിട്ട് പോയിട്ട് BP എടുക്കുമ്പോൾ അത് കൂടും. BP എടുക്കുന്നതിന് അരമണിക്കൂറിന്റെ ഗ്യാപ്പിൽ കാപ്പി കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അഞ്ചാമത്തത്, കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്ന ചില അവസ്ഥകൾ, റീനൽ ആർട്ടറി സ്റ്റെനോസിസ് എന്ന് പറയും. ഇത് കിഡ്നിയിലേക്കുള്ള രക്തധമനിയിലെ ബ്ലോക്ക് കൊണ്ട് സംഭവിക്കും. ഇങ്ങനെയുള്ളവർ എത്ര BPയുടെ മരുന്ന് കഴിച്ചാലും BP കുറയണമെന്നില്ല. ഇത് പലപ്പോഴും ചെറുപ്പക്കാർക്ക് സംഭവിക്കാറുണ്ട്. വയറിന്റെ സ്കാൻ എടുക്കുമ്പോഴും വയറിന്റെ ഡോപ്ലർ സ്റ്റഡി ചെയ്യുമ്പോഴും മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് ഈ രക്തധമനിയിലെ ബ്ലോക്ക് നീക്കാതെ എത്ര മരുന്ന് കൂട്ടിയിട്ടും BP കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ BP 3-4 തരം ഡിഫറൻ്റ് ആയിട്ടുള്ള BP മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾ കിട്ടുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ഇതുപോലുള്ള കാരണങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കിയേ മതിയാവും.